ഹലോ, എല്ലാവർക്കും കുമ്പിടി സ്റ്റൈൽസിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും റോഡ് ഉപയോഗിക്കുന്ന ആളുകളാണ് അല്ലെ. റോഡിൽ കൂടി പല ആവശ്യങ്ങൾക്ക് കാൽനടയായിട്ടും വണ്ടിയിലും ഒക്കെ സഞ്ചരിക്കുന്നത്. അപ്പൊ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു കൊച്ചു കഥയിലൂടെ കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പവും തൊപ്പവും രണ്ട് കൂട്ടുകാരാണ്. അവര് നഗരത്തിലൊരു സ്കൂളിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. കാൽനടയായിട്ടാണ് എന്നും സ്കൂളിൽ പോയിണ്ടായിരുന്നത്. ഒരു ദിവസം അപ്പവും തൊപ്പവും കൂടി സ്കൂളിലേക്ക് നടന്നു പോവുകയായിരുന്നു. അപ്പോഴാണ് ഒരു ഫ്രീക്കൻ ചേട്ടന്മാരെയൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടാവൂലെ. അതുപോലെയുള്ള ഒരു ഫ്രീക്കൻ ചേട്ടൻ അടിപൊളി ബൈക്കില് നല്ല ചീറിപ്പാഞ്ഞ് ഹെൽമെറ്റ് ഒന്നും ഇല്ലാണ്ട് പോയത്. അത് കണ്ടപ്പോ അപ്പു ദൊപ്പുവിനോട് പറഞ്ഞു, ദൊപ്പു എനിക്കും വലുതാവുമ്പോ ഇതുപോലെ പോണം. ഞാനും ബൈക്കിൽ ഇങ്ങനെ സ്റ്റൈലനായിട്ട് ചീറിപ്പാഞ്ഞു പോവും. അപ്പൊ ദൊപ്പു പറഞ്ഞു, അപ്പു ബൈക്കിലൊക്കെ പോകുന്നത് എനിക്കും ഇഷ്ടമാണ്. പക്ഷെ ഈ ചീറിപ്പാഞ്ഞ് പോകുന്നത്, അതും ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്നത് അപകടമുണ്ടാക്കും. ഇതും പറഞ്ഞ് അവര് കുറച്ച് മുന്നോട്ട് ചെന്നപ്പം കണ്ടത് എന്താണെന്നറിയോ? നമ്മളെ ചീറിപ്പാഞ്ഞു പോയ ഫ്രീക്കൻ ചേട്ടന് അപകടം പറ്റിയത്. അത് കണ്ടപ്പം തൊപ്പു പറഞ്ഞു, അപ്പു ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞില്ലേ, ഹെൽമെറ്റ് ഇല്ലാതെ അമിത വേഗത്തില് ബൈക്കിൽ പോയി കഴിഞ്ഞാല് അപകടം വരുമെന്ന്. അപ്പം ഇതുപോലെ നമ്മളും കാണാറുണ്ട് അല്ലേ. നമ്മൾ അപ്പവും തൊപ്പവും കണ്ടതുപോലെ കാണുന്നത് മാത്രമല്ല, നമ്മള് ടി വിയില് വാർത്തയിൽ കേൾക്കാറുണ്ട്, പത്രത്തിൽ കാണാറുണ്ട്. നിരവധി അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് കുറച്ച് നിയമങ്ങളുണ്ട് പാലിക്കാൻ. റോഡിൽ കൂടി പോകുമ്പോൾ, നടന്നു പോകുമ്പോൾ, വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ, അല്ലെ, റോഡ് മുറിച്ച് കടക്കുമ്പോൾ, ഇപ്പോഴൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഓരോ നിയമങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ? സ്കൂളിലേക്ക് പോകുമ്പോൾ നമ്മള് കാൽനടയായിട്ട് പോകും, സൈക്കിളിൽ പോകും. അതും അല്ലെങ്കിൽ നമ്മളെന്താ, അച്ഛനോ അമ്മയോ ചേട്ടനോ ചേച്ചിയോ വണ്ടി കൊണ്ടാക്കും, അല്ലെ നിങ്ങൾ ബസ്സിൽ പോകും, ഇല്ലേ? അപ്പോഴൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ അറിയോ നിങ്ങൾക്ക്? അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം അങ്ങനെ നമ്മൾ റോഡ് ഉപയോഗിക്കുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്താലോ? അതിലൊന്നാമത്തെ കാര്യം, ഇപ്പൊ സ്കൂളൊക്കെ തുറക്കാനായി പോട്ടെ, സ്കൂള് തുറക്കുന്നതല്ല, നമ്മൾ അല്ലാതെയും ഇല്ലേ, ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോഴും അല്ലാതെയും ഒക്കെ നമ്മൾ റോഡിൽ കൂടി പോവാറുണ്ട്. വെറുതെ വീടിന്റെ അടുത്ത് കൂടി പോകുമ്പോൾ ഒക്കെ നമ്മള് റോഡിന്റെ സൈഡിൽ കൂടിയാണ് പോവുക. പക്ഷെ നമ്മൾ റോഡിൽ പറയുന്ന നിയമം അനുസരിച്ചിട്ടാണോ പോവുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതാ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ റോഡ് കൂടി പോകുമ്പോൾ ഏത് സൈഡാ ചേർന്ന് നടക്കുക? ഇടതാണോ വലതാണോ? ഏത് സൈഡിൽ കൂടി പോവാനാ നിങ്ങൾക്ക് ഇഷ്ടം? അപ്പൊ നമ്മൾ ഈ നടന്നു പോകുമ്പം ശ്രദ്ധിക്കേണ്ടത് കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്കത് പറയാം. കാൽനടയായിട്ട് നടന്നു പോകുമ്പോൾ നമ്മൾ റോഡിന്റെ ഏത് ഭാഗത്തിലേ ചേർന്ന് നടക്കേണ്ടത്? ഇടതാണോ വലതാണോ? വലതാണോ? ഇടതു ഭാഗം. റോഡിന്റെ ഇടതുവശം, ചേർന്ന് വേണം നമ്മൾ കാൽനട യാത്രയായിട്ട് നടക്കുമ്പോൾ നടക്കേണ്ടത്. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്താണ്? കാൽനടയായി പോകുന്ന സമയത്ത് റോഡിന്റെ ഇടതുവശം ചേർന്ന്, ഇടത് അരിക് ചേർന്ന് നടക്കുക, ഇല്ലേ? പക്ഷെ നമ്മൾ അങ്ങനെയാണോ നടക്കുന്നതെന്നൊന്ന് നിങ്ങൾ ആലോചിക്കണം കേട്ടോ. സ്കൂളിലും അല്ലെങ്കിൽ പുറത്തൊക്കെ പോകുമ്പോൾ നിങ്ങൾ റോഡിന്റെ ഇടതുവശത്ത് കൂടിയാണോ വലതുവശത്ത് കൂടിയാണോന്ന്? ചില ആൾക്കാർ പറയും, എനിക്ക് ഇടതുവശത്താണ്, എനിക്ക് റോഡിന്റെ വലതുവശമാണ് നടക്കാൻ ഇഷ്ടമല്ല. പക്ഷെ നമുക്ക് വലതാണ് ഇഷ്ടമെങ്കിലും നമുക്ക് ഇടതിൽ കൂടി തന്നെ നടന്നേ പറ്റുള്ളൂ. അതാണ് പോലീസ് മാമന്മാര് പറയുന്ന റോഡിന്റെ ഒന്നാമത്തെ നിയമം. കാൽനടയായി നടക്കുമ്പോൾ റോഡിന്റെ ഇടത് അരിക് ചേർന്ന് നടക്കുക. അതാണ് ഒന്നാമത്തെ. ഇനി നമ്മൾ സ്കൂളിൽ പോവാണ്, അല്ലെങ്കിൽ പുറത്ത് പോവാണ്, നിങ്ങൾ ടൗണിൽ പോവാണ് ആണെങ്കിൽ നമുക്ക് റോഡ് മുറിച്ച് കടക്കേണ്ടതായിട്ട് വരും, അല്ലെ? റോഡ് ക്രോസ് ചെയ്യണം. റോഡ് ക്രോസ് ചെയ്യുമ്പോ എങ്ങനെയാ നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യുന്നത്? എനിക്ക് അപ്പുറത്തെ പീടികയിലേക്കാ പോണ്ടേ, എന്നാ ഞാൻ ഓടി അങ്ങോട്ട് പോവാന്നും പറഞ്ഞിട്ട് അങ്ങനെ ഓടി പോവാൻ പറ്റുമോ? തിരക്കുള്ള റോഡാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ ഓടി പോകുമ്പോ
അപ്പുറത്തുനിന്നോ ഇപ്പുറത്തുനിന്നോ ചീറി പാഞ്ഞൊരു വണ്ടി വന്നാൽ എന്ത് ചെയ്യും? ആ അപ്പം അങ്ങനെ അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ അവിടെയും റോഡ് മുറിച്ച് കിടക്കുമ്പോൾ ഒരു നിയമം പറയുന്നുണ്ട്. അറിയാമോ? നമ്മൾ ചെറിയ കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് അവിടെ സീബ്ര ലൈൻ ഇല്ല, അല്ലെ? നമ്മളെ വരയൻ കുതിരേന്റെ ലൈൻ എങ്ങനെയാണ്? അതേപോലെ നിങ്ങൾ റോഡിൽ കണ്ടിട്ടില്ലേ? അതിനാണ് സീബ്ര ലൈൻ എന്ന് പറയാ. അതെന്താണ്? നമുക്ക് റോഡ് മുറിച്ച് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി അഥവാ ആ സീബ്ര ലൈൻ ഇല്ലാത്ത ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ക്രോസ് ചെയ്യാൻ പേടിയാണെങ്കിൽ നമുക്ക് മുതിർന്ന ആളുകളെ, അല്ലെ, അടുത്തുള്ള ഏതെങ്കിലും വലിയ ആളുകളുടെ കൈ പിടിച്ചോ അല്ലെങ്കിൽ അവർ ക്രോസ് ചെയ്യുന്നതിന്റെ കൂടെയോ നമുക്ക് ക്രോസ് ചെയ്യാം. ഇനിയിപ്പോ അങ്ങനെ വലിയ ആളുകളില്ല, സീബ്ര ലൈൻ ആണെങ്കിൽ എന്താ? സീബ്ര ലൈനിലെത്തി ആ സീബ്ര ലൈനിൽ കൂടി തന്നെ ക്രോസ് ചെയ്യാൻ ശ്രമിക്കുക, ഇല്ലേ? പിന്നെയോ ആ സീബ്ര ലൈനിൽ ക്രോസ് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. എന്താണെന്നറിയോ? സീബ്ര ലൈനിൽ എത്തിയാല് നമുക്ക് ഇടത് ഭാഗത്തേക്ക് നോക്കുക, വാഹനം വരുന്നുണ്ടോ എന്ന് നോക്കുന്നു, വലതു ഭാഗത്തേക്ക് നോക്കുന്നു, പിന്നെ വീണ്ടും ഇടതു ഭാഗത്തേക്ക് നോക്കി പയ്യെ ഏതെങ്കിലും വണ്ടി വരുവാണെങ്കിൽ സ്റ്റോപ്പ്, അല്ലെ, ഇങ്ങനെ കൈ നീട്ടി സ്റ്റോപ്പ് പറഞ്ഞ് പതിയെ തിടുക്കമില്ലാതെ പോവാ. അത് നമ്മളെ അവകാശമാണ്. കാൽനടയായിട്ട് റോഡ് മുറിച്ച് കിടക്കുന്നവന്റെ അവകാശമാണ് എന്ത്? സീബ്ര ലൈനിൽ എത്തിയാൽ വണ്ടി അവരോട് സ്ലോ ചെയ്യണം എന്നുള്ളത്, അതിൽ മുറിച്ച് കടക്കണം എന്നുള്ളത്. അതായത് വാഹനങ്ങളെ നമുക്ക് അവിടെ നിർത്തി തരണം എന്നുള്ളതാണ് അവിടെ നിയമം. അപ്പം ആദ്യം ലെഫ്റ്റിലേക്ക് നോക്കുക, പിന്നെ റൈറ്റിലേക്ക് നോക്കുക, പിന്നെ ലെഫ്റ്റിലേക്ക് നോക്കുക, പയ്യെ വണ്ടി വരുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് പറയാ, നമ്മള് ധൃതിയില്ലാതെ റോഡ് മുറിച്ച് കടക്കുക, അല്ലേ? പിന്നെ എന്താണ്? പിന്നെയുള്ളതാണ്, നമ്മൾ സ്കൂളിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ നടന്നു പോവാ, കാൽനടയായി പോവാ, നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് ഒത്തിരി ദൂരമുണ്ടെങ്കിൽ എന്താണ് സാധാരണ ചെയ്യുക? നിങ്ങൾ സ്കൂളിൽ നിന്ന് വീട്ടിലേക്കാണ് പോകുന്നതെങ്കിൽ റോഡിൽ കൂടി പോവാണ്. അപ്പം നിങ്ങൾക്ക് വീട്ടിലേക്ക് കുറച്ച് ദൂരമുണ്ട്, നടന്ന് നിങ്ങൾ മടുത്തു. അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യും? ചില ബിരുദന്മാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. വെറുതെ പോകുമ്പോ ചേട്ടാ എന്താ ഇത്? ലിഫ്റ്റ് ചോദിക്കുന്നവൻ. അതൊരു നല്ല ശീലമായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മൾ പോകുന്ന ആ റൂട്ടിൽ കൂടി പല ആളുകളും, നമുക്കറിയാത്ത പല ആളുകളും പാസ് ചെയ്തു പോകുന്ന പല രീതിയിലുള്ള ആളുകൾ. അപ്പൊ നമ്മൾ അങ്ങനെ പോകുന്ന വണ്ടിയിലേക്ക് ലിഫ്റ്റ് ചോദിക്കുന്നത് ഒരു നല്ല ശീലമാണോ? അത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ലിഫ്റ്റ് ചോദിച്ച് നമുക്കറിയാത്ത അപരിചിതരായ ആളുകളുടെ ലിഫ്റ്റ് വാങ്ങി പോകുന്നത് അതത്ര നല്ല ശീലമല്ല. പിന്നീട് എന്താണ്? ഇനിയിപ്പോ നിങ്ങൾ സൈക്കിളുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ സ്കൂളിലേക്കോ പുറത്തേക്കോ സൈക്കിളിലാണ് യാത്ര ചെയ്യുന്നതെങ്കിലോ അപ്പോഴുമുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. തിരക്കുള്ള സ്ഥലമാണെങ്കിൽ അതിൽ കൂടി സൈക്കിൾ ചീറി പാഞ്ഞു പോവാൻ പറ്റുമോ? ഇല്ല. അപ്പൊ സൈക്കിൾ വളരെ പതുക്കെ ഉപയോഗിക്കുക. അതും നമ്മൾ ഈ കാൽനടയാത്രയ്ക്ക് പറഞ്ഞതുപോലെ തന്നെ റോഡിന്റെ അരികു ചേർന്ന് വേണം സൈക്കിള് ഉപയോഗിക്കാൻ. നമ്മുടെ ബൈക്കിനൊക്കെ ഉള്ളതുപോലെ തന്നെ ഹെൽമെറ്റ് എന്തിനുമുണ്ട്? സൈക്കിളിനുമുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കൂളിലേക്കും പുറത്തേക്കും ഒക്കെ പോകുമ്പോൾ സൈക്കിൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് എന്ത് ചെയ്യണം? സൈക്കിളിന്റെ ഹെൽമെറ്റ് ഉപയോഗിക്കുക, സൈക്കിൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക എന്നതൊക്കെയാണ് സൈക്കിൾ ഉപയോഗിക്കുന്ന കൂട്ടുകാരോട് പറയാനുള്ളത്. അപ്പൊ ഇത് മാത്രമല്ല, ഇനിയുമുണ്ട് നമുക്ക് ഒരുപാട് നിയമങ്ങൾ. അപ്പൊ ഇത്ര അടുത്ത കുറച്ച് നിയമങ്ങളുമായിട്ട് നമ്മൾ ട്രാഫിക് സിഗ്നൽ, അല്ലെ, പിന്നെ എന്തുണ്ട്, നമ്മൾ ട്രാഫിക്കിൽ പല ചിഹ്നങ്ങൾ കാണാറുണ്ട്, സിമ്പിൾസ് കാണാറുണ്ട്. അതെല്ലാം എന്താന്ന് നിങ്ങൾക്ക് അറിയാമോ? അപ്പൊ അതിനെ കുറിച്ചൊക്കെ പറയുന്നതിനായിട്ട് അടുത്ത ദിവസങ്ങളിൽ കുറച്ച് മറ്റു വീഡിയോകളുമായിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പം ഇന്ന് എല്ലാവർക്കും ബൈ ബൈ.